എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, നമുക്കറിയാം ഇന്ന് വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് 31കാരനായ ചാർലി കിർക് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് കേവലം ഏതെങ്കിലും ഒരു സാധാരണ രീതിയിൽ നമുക്കറിയാം അമേരിക്കയിൽ നിന്നും വെടിയുതിർത്തും ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകളൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ഒരു സാധാരണക്കാരനായിരുന്നില്ല. ട്രംപിന്റെ കടുത്ത അനുയായിയായിരുന്നു. ട്രംപിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു. പോഡ്കാസ്റ്റ് നടത്തിക്കൊണ്ട് മാത്രമല്ല യുവജനങ്ങളെ ട്രംപിലേക്ക് അടുപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. മാത്രമല്ല ഇദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത്തരത്തിൽ അതായത് തീവ്ര വലതുപക്ഷം എന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം അങ്ങനെയായിരുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, ആരാണ് ചാർലി കിർക്ക്? എന്തിനാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കൊന്നത്? ചാർലി കിർക്ക് എന്ന് പറയുന്ന ആള് ഒരു ഓൺലൈൻ ആക്ടിവിസ്റ്റ് എന്നാണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രൂവ് മീ റോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ഡിബേറ്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അദ്ദേഹം ലിബറൽ പോയിന്റ് ഓഫ് വ്യൂവിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. കൺസർവേറ്റീവ് ലൈനിന്റെ ഒരു വോക്കൽ അഡ്വക്കേറ്റ് എന്നായിരുന്നു ചാർലി കിർക്ക്. അദ്ദേഹത്തിന് 31 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളും ഷോയും ഒക്കെ ഇടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ട്രംപ് ആദ്യ വട്ടം അധികാരത്തിൽ തന്നെ ട്രംപിന്റെ കൂടെ ഒരു അനുയായിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അന്നേ അദ്ദേഹം തീരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1993 ഒക്ടോബർ 14 ഇലിനോയിലെ ആർലിംഗ്ടൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അമ്മ ഒരു മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആയിരുന്നു. അച്ഛൻ ഒരു ആർക്കിടെക്ട് ആയിട്ട് ജോലി ചെയ്യുന്ന. ഹൈസ്കൂളിലായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആക്ടിവിസം തുടങ്ങിയെന്നാണ് അദ്ദേഹത്തിന്റെ നമുക്ക് ബയോഗ്രഫി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അദ്ദേഹം വളരെ വോക്കലായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റുഡന്റ് കൺസർവേറ്റീവ് ആക്ടിവിസത്തിന്റെ ഒരു ഫേസ് ആയി അദ്ദേഹം മാറുന്നതാണ് പിന്നീട് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഏകദേശം 3.98 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ചാർലി കിർക്ക് ഷോ എന്നുള്ള ഷോയിൽ. അതിൽ പല സെലിബ്രിറ്റീസും കൺസർവേറ്റീവ് പക്ഷത്തു നിന്നുള്ള പല സെലിബ്രിറ്റീസും അതിൽ വരാറുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ US എന്നുള്ള ടോട്ടൽ സൊസൈറ്റിയുടെ ഒരു ഗൺ കൾച്ചർ നമ്മൾ നോക്കേണ്ടതാണ്. സെക്കൻഡ് അമെന്റ്മെന്റിലൂടെ അവർക്ക് ഗൺ കൈവശം വെക്കാനുള്ള അവകാശം അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ലോകത്ത് വേറൊരു രാജ്യത്തിനും അങ്ങനത്തുള്ള ഒരു അവകാശമില്ല, ഒരു സിറ്റിസൺസിനും അവകാശമില്ല. അപ്പോൾ ചാർലി കിർക്കിന്റെ ഒരു കൺസർവേറ്റീവ് പക്ഷത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹി വാസ് എ ഫിയേഴ്സ് അഡ്വക്കേറ്റ് ഫോർ ദ സെക്കൻഡ് അമെന്റ്മെന്റ് റൈറ്റ്. സെക്കൻഡ് അമെന്റ്മെന്റ് റൈറ്റ് റിപ്പീൽ ചെയ്യണം എന്നുള്ള പല രീതിയിലുള്ള പല മുന്നേറ്റങ്ങളും അവിടെ ലിബറൽ പക്ഷത്ത് നിന്ന് വന്നെങ്കിലും അദ്ദേഹം ഫിയേഴ്സ് ആയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ അങ്ങനത്തുള്ള ഒരു ആയുധധാരിയുടെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ദാരുണാന്ത്യം സംഭവിച്ചെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്ത് റൈറ്റിന് വേണ്ടിയാണോ അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഗണ്ണ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം നടന്നു. കാരണം നമ്മൾ അതിന്റെ വീഡിയോസും ഫൂട്ടേജും ഒക്കെ ഇപ്പം ധാരാളം സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ടുണ്ട്, ചാനൽസിലൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ചാൽ 300 യാർഡോളം അകലെ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് ഒളിച്ചിരുന്ന ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു ഗണ്ണ് ഏന്തിയ ഒരാള് അദ്ദേഹം ഒരു സ്നൈപ്പിംഗ് റൈഫിൾ ഉപയോഗിച്ച ശേഷം അദ്ദേഹത്തെ വെടിവെച്ച് കഴുത്തിന് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ആ വെടിവെപ്പ് സംഭവം നടന്നതിന്റെ ഉടനെ തന്നെ ആ ഒരു ആളെ പിടിച്ചു കൊണ്ടുപോകുന്നത് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ അവയെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ഇതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കാരണം ഇനി ഫർദർ ഇൻഫർമേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ ട്രംപ് ഇതിനെ വളരെ നിശ്ചിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫ്ലാഗ് ശനിയാഴ്ച വരെ താഴ്ത്തിക്കെട്ടാനും ഒക്കെ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പം കൺസർവേറ്റീവ് പക്ഷത്ത് നിന്നിട്ടുള്ള അല്ലെ ലിബറൽ പൊളിറ്റിക്കൽ റിപ്പബ്ലിക്കൻ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു വലിയ ഒരു ആളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരു യുവാക്കളുടെ മുഖമായിരുന്നു ചാർലി കിർക്ക്. അദ്ദേഹത്തിനോട് പല രീതിയിലും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും, എനിക്ക് ആശയപരമായിട്ട് ചാർലി കിർക്കിനോട് പല കാര്യത്തിലും വിയോജിപ്പുണ്ടെങ്കിൽ പോലും, പക്ഷെ ഒരു തരത്തിലും ഒരു ഗൺ വയലൻസിലൂടെ ഒരാളെ ഇല്ലാതാക്കുന്ന ആശയം കൊണ്ട് തന്നെ ആണ് നമ്മൾ സമ്മതിക്കേണ്ടത്. അല്ലാതെ ആയുധം എടുത്ത് പോരടിക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ അമേരിക്കയുടെ പൊതുവേ ഉള്ള ഒരു നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ അസാസിനേഷൻസ്, എസ്പെഷ്യലി ഗൺ വെച്ചിട്ടുള്ള അസാസിനേഷൻസ്
അവിടെ ഒരു പുത്തരിയല്ല. എബ്രഹാം ലിങ്കന്റെ കാലത്ത് മുതൽ അത് നമ്മളെല്ലാം കണ്ടതാണ്. എബ്രഹാം ലിങ്കനെ അസാസിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജോൺ എഫ് കെന്നഡി തുടങ്ങിയ പല വ്യക്തികളും ഗൺ വയലൻസിന് ഇരയായി മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ലേറ്റസ്റ്റ് ഇര എന്നുള്ള രീതിയിൽ നമുക്ക് ചാർലി കിർക്കിനെ ഇതിൽ ഉൾപ്പെടുത്താം. നോക്കൂ, ഇപ്പോ ജഗത്ത് പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിയോജിപ്പുകളായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? എന്താണ് ചാർലി കിർക്കിന്റെ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ എന്താണ് വിമർശന വിധേയമായ കാര്യങ്ങൾ? ചാർലി കിർക്കിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊളിറ്റിക്സ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർഗ്യുമെന്റ്സും അദ്ദേഹം മുന്നോട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു അടിയുറച്ച വിശ്വാസിയായിരുന്നു, ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. ക്രിസ്തീയ പ്രമാണങ്ങളിൽ അദ്ദേഹത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കസിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസർവേറ്റീവ് ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് കോൺട്രിവേഴ്ഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമിഗ്രേഷന് എതിരായിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറഞ്ഞ തിയറി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഘട്ടം ഘട്ടമായിട്ട് വെള്ളക്കാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇല്ലാതാക്കുക, വൈറ്റ് പോപ്പുലേഷൻ ഇല്ലാതാക്കിയ ശേഷം വൈറ്റ് പോപ്പുലേഷന് പകരം മറ്റുള്ള പുറത്തുനിന്നുള്ള ഇമിഗ്രേഷനോ ഇല്ലീഗൽ ഇമിഗ്രേഷനോ അല്ലെന്നുണ്ടെങ്കിൽ വിസ വഴിയോ ഒക്കെ വരുന്ന ആൾക്കാർ വൈറ്റിന് റീപ്ലേസ് ചെയ്യുന്ന ഒരു തിയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു കോൺസ്പിറസി തിയറിയാണ്. അദ്ദേഹം പറയുന്നത് ഘട്ടഘട്ടമായിട്ട് ഈ ഇല്ലീഗൽ ഏലിയൻസ് ഇവിടെ വന്ന ശേഷം ഈ ഇവിടെ വൈറ്റ്സിനെ എല്ലാം റീപ്ലേസ് ചെയ്യും. അങ്ങനെ അമേരിക്കയുടെ ആ ഒരു വൈറ്റ് ആ ഒരു ട്രഡീഷൻ ഒരു അപ്പർ ഹാൻഡ് നഷ്ടപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗൺ റൈറ്റ്സ്. അദ്ദേഹം ഗണ്ണ് കൈവശം വെക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചിതമായിട്ട് തന്നെ വാദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അതിന് ബലി കൊടുക്കേണ്ടി വന്നതായിട്ട് നമുക്ക് ഈ അവസരത്തിൽ കാണാൻ പറ്റുന്നു. കാരണം അമേരിക്കയിലൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്, സ്കൂളിൽ ഷൂട്ടിംഗ് നടക്കുന്നതും പബ്ലിക് പ്ലേസിൽ ഷൂട്ടിംഗ് നടക്കുന്നതും ഒക്കെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അമേരിക്കയിൽ ഗൺ എന്നുള്ളത് വളരെ ആക്സസിബിൾ ആണ്. അപ്പൊ ആ ഒരു കൾച്ചറിനെ എതിർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലിബറൽ ഗവൺമെന്റ് പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൺ കൺട്രോള് പബ്ലിക്കിന്റെ കയ്യിൽ പോവാതിരിക്കുക എന്നുള്ളതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം പക്ഷേ സെക്കൻഡ് അമെന്റ്മെന്റിന് വേണ്ടി എല്ലാ കാലവും നിലനിന്നിരുന്നവരും. അതുപോലെ തന്നെ വിവേക് രാമസ്വാമി, നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വിവേക് രാമസ്വാമിയായിട്ടും അദ്ദേഹം വളരെ അടുത്ത ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അവർ തമ്മിൽ പല ഈ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള പല ഈവന്റ്സുകളും അവർ ചെയ്തിട്ടുണ്ട്. അവർ പോഡ്കാസ്റ്റും അവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കൺസർവേറ്റീവ് വ്യൂ പോയിന്റ്സ് ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് വുമൺ ആൻഡ് മാരേജ് എന്നതിനെ പറ്റി. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകൾ അധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതിലോട്ടൊന്നും അദ്ദേഹം പോകുന്നതിൽ അദ്ദേഹത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകള് യങ് പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച ശേഷം കുട്ടികളെ വളർത്തുക എന്നുള്ളതൊക്കെ ആയിരിക്കണം സ്ത്രീകളുടെ ഒരു ട്രഡീഷണൽ വ്യൂ ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടിലിരിക്കുന്നു, പിള്ളേർ വളർത്തുന്നു എന്നുള്ള ഒരു സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കൺസർവേറ്റീവ് വ്യൂ പോയിന്റിൽ നിന്ന് വന്നത്. പിന്നെ COVID-19 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. ഈ വാക്സിൻ മാൻഡേറ്റിനെതിരെയൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് കോവിഡ് എന്നുള്ളത് ഒരു മെഡിക്കൽ അപ്പാർത്തൈഡ് ആണെന്ന ഒരു മെഡിക്കൽ വിവേചനം എന്ന രീതിയിൽ, കാരണം വാക്സിൻ എടുക്കാത്തവരെ വിവേചനം നടത്തുന്ന ഒരു രീതി വന്നിട്ടുണ്ടായിരുന്നു US-ൽ. അപ്പൊ അതിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ക്രിട്ടിക്കൽ റേസ് തിയറിക്ക് എതിരായിരുന്നു. കാരണം ക്രിട്ടിക്കൽ റേസ് തിയറി എന്ന് പറയുന്നത് US-ലെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിക്കൽ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. കാരണം ഈ ഇവിടെ ഉള്ള ഈ വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരെ ഉള്ള ഒരു സ്കോളർലി ഡിസ്കോഴ്സ് ആണ് ക്രിട്ടിക്കൽ റേസ് തിയറി. അപ്പം ക്രിട്ടിക്കൽ റേസ് തിയറി അദ്ദേഹം വളരെ നല്ല രീതിയിൽ വിമർശിക്കുകയും വൈറ്റ് പ്രിവിലേജ് എന്നുള്ള ഒരു സാധനം ഇല്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു റേസിസ്റ്റ് ലൈ ആണെന്നും അത് റേസിസ്റ്റ് ഇത് ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ലൈ ആണെന്നും ആണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ സിവിൽ റൈറ്റ്സ് ആക്ട് 1964-നെതിരെ അദ്ദേഹം വലിയ രീതിയിൽ വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മാർട്ടിൻ ലൂതർ കിങ്ങിനെതിരെ അദ്ദേഹത്തിന് ഒരു അവമതിപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ജൂനിയറിന്റെ ആ പ്രസംഗം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള പ്രസംഗം എല്ലാവർക്കും നമ്മുടെ സ്കൂളിൽ ഉൾപ്പെടെ പഠിച്ചിട്ടുള്ള പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിന് വളരെ രീതിയിൽ അദ്ദേഹത്തിന് ഹീസ് ആൻ ഔഫുൾ നോട്ട് എ ഗുഡ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കിർക്ക് വിമർശിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആദ്യമൊക്കെ ചർച്ച് ആൻഡ് സ്റ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡ് ആയിരുന്നു കിർക്കിന് ഉണ്ടായിരുന്നത്. ബട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ
ഒരു വ്യൂ പോയിന്റ് മാറുന്നത് നമുക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചർച്ചും സ്റ്റേറ്റും ഒന്നായിട്ട് തന്നെ പ്രവർത്തിക്കണം. കാരണം ക്രിസ്ത്യൻ വാല്യൂസ് പൊളിറ്റിക്സിൽ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനെ പറ്റിയും അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ഭയങ്കര വലിയ റാഡിക്കൽ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനെ എലിമിനേറ്റ് ചെയ്യുന്നത് ട്രംപ് ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫെഡറൽ ഡിപ്പാർട്ട്മെന്റിനെ ട്രംപ് എലിമിനേറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകളും അദ്ദേഹത്തിനെ എലിമിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു സ്കൂൾ ബോർഡുകൾ എലിമിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള ഒരു ക്രിട്ടിക്കലും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില ആർഗ്യുമെന്റ്സ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2020 നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ പ്രക്ഷോഭത്തിന് അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു പ്രക്ഷോഭകാരികൾക്ക് വേണ്ടിയിട്ട് ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞും ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിപ്പോ കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ മറ്റ് പല പോയിന്റുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ LGBT തുടങ്ങിയ അങ്ങനത്തുള്ള ഒരു ആൾക്കാർക്കെതിരെ ഒരു വിവേചനം, അതെ, അങ്ങനെ ഒരു വിവേചനം. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് പ്രൂവ് മീ റോങ് എന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഈ സീരീസ് ഓഫ് വീഡിയോസ്, അതായത് പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോളേജിൽ പോയ ശേഷം അപ്പം പുള്ളി വരുന്ന അറിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ആരാധകരോ അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി എതിർക്കുന്നവരോ യൂട്യൂബിൽ കണ്ടിട്ടുള്ളവരോ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളവരോ ഒരു കൂട്ടം സ്റ്റുഡൻസ് അവിടെ എത്തിച്ചേരും. ആ സ്റ്റുഡൻസ് എത്തിച്ചേരുമ്പോൾ അദ്ദേഹം ഒരു ടെന്റ് പോലത്തുള്ള ഒരു സ്ഥലത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈ റൈസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ഒരു സ്റ്റേജ് പോലുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന ശേഷം അദ്ദേഹം ഒരു മൈക്ക് വെച്ച ശേഷം ഓരോരുത്തരായിട്ട് വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അവരുടെ വാദപ്രതിവാദങ്ങൾ നടത്തി അവരുമായിട്ടുള്ള ഒരു സംവാദം എന്നുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പല സംവാദങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം കുട്ടികളെയൊക്കെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിന്റെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതായിരിക്കും. ബട്ട് അദ്ദേഹത്തിന് അറിവുണ്ട്, അത് സമ്മതിച്ചു. പക്ഷെ അവിടെ നിൽക്കുന്ന കുട്ടികൾ സ്കൂളിൽ അല്ലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് അത്രയും വിവരമേ ഉള്ളൂ. അവരുടെ മനസ്സിൽ കുറച്ച് ബയാസുകളും ചിന്തകളൊക്കെ ഉണ്ടാവും. ബട്ട് അദ്ദേഹത്തിന്റെ ആ അഗ്രസീവ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന് അഗ്രസീവ് ആയിട്ടുള്ള തോട്ട്ഫുൾ ഡിസ്കോഴ്സും പല സമയത്തും വിദ്യാർത്ഥികളിൽ അവിടെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നവര് ഇദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പല വീഡിയോസിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹ്യൂമിലേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അങ്ങനത്തെ ഉള്ള ഒരു ഡിബേറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ് അല്ല. നമ്മൾക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി വേണം നമ്മളൊരു ഡിബേറ്റ് നടത്താനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അല്ലാത്ത ഒരു ഡിബേറ്റിന്റെ പുറത്ത് തന്നെ ഇദ്ദേഹത്തിന് ഒത്തിരി ഫാൻസ് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് കാരണം തന്നെ അദ്ദേഹത്തിന് കുറെ ഫാൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫാൻസ് അക്യുമുലേറ്റ് ആവുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു സൈഡിൽ ഹേറ്റേഴ്സും ഉള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ആ ഹേറ്റ് ആണ് അവസാനം അദ്ദേഹത്തിന്റെ അസാസിനേഷനിലെത്തി കൾമിനേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ ചാർലി കിർക്കിന് ഇന്ത്യയോട് ഉണ്ടായിരുന്ന നിലപാട് ഈ നയം രൂപീകരണത്തിൽ കാര്യം? ഏറ്റവും അധികം അദ്ദേഹം നിലവിൽ വിമർശനം കേൾക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ രാവിലെ നോക്കുമ്പോൾ ഒരുപാട് മലയാളികളടക്കം കൈയടിക്കുന്നുണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യത്തെ നോക്കി. അപ്പോ എന്താണ് ഇന്ത്യയോടുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു നിലപാടൊന്നും അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന്റെ വോക്കൽ ഡിസ്കോഴ്സിലൊന്നും അദ്ദേഹം അങ്ങനെ വോക്കലായിട്ട് മറ്റൊരു രാജ്യത്തെ എതിർത്തതായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പക്ഷെ പല തരത്തിലുള്ള പല ഐഡിയോളജീസിനെ അദ്ദേഹം എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. എസ്പെഷ്യലി റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനെയൊക്കെ അദ്ദേഹം എതിർത്തുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് ഇന്ത്യയും ട്രംപുമായിട്ട് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയെ അങ്ങനെ ഡയറക്റ്റ് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ ഹീ ഈസ് അഡ്വക്കേറ്റിംഗ് ഫോർ വൈറ്റ് പ്രിവിലേജ്. അപ്പം ആ ഒരു വൈറ്റ് റേസിലുള്ള ആൾക്കാർക്ക് ഒരു അപ്പർ ഹാൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തിയറി ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളക്കാരല്ലാത്ത കറുത്ത വർഗ്ഗക്കാർക്ക് പല രീതിയിലുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം സിവിൽ വാർ, US സിവിൽ വാർ നടന്നു തന്നെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനത്തെ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല പോരാട്ടങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം സ്ത്രീകൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ അവിടെ പ്രക്ഷോഭം US നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പല ചരിത്രപരമായിട്ടുള്ള സമരങ്ങളും നടന്ന ഒരു നാടാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള പല സംഭവത്തെ അദ്ദേഹം അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് വേണം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം, നമുക്ക് വിയോജിപ്പ് ഉണ്ടാവാം, പക്ഷെ നമുക്കൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ പെരുമാറേണ്ടത്. ഇപ്പം എനിക്കിപ്പം പിണറായി വിജയനോട് വ്യക്തിപരമായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിനായിട്ട് യാതൊരു ഇതുമില്ല. അല്ലെങ്കിൽ എനിക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമല്ല, അതിന് മെറിറ്റ് ഇല്ല. അദ്ദേഹത്തിന്റെ പോളിസിയോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ
ചില നടപടികളോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചർച്ച നടത്താം. അല്ലാതെ അദ്ദേഹത്തെ വ്യക്തി ഹീസ് ആൻ ഓഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ല. അദ്ദേഹത്തിന്റെ ഐഡിയോളജി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ മെറിറ്റ് നോക്കുക. അദ്ദേഹം ഓഫുൾ ആണോ അദ്ദേഹം അല്ലെന്നുണ്ടെങ്കിൽ ബാഡ് ആണെന്നുള്ളത് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർലി കിക്കിന്റെ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റ്സുകളും ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റ്സും പൊതുവെ വൈറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. മറ്റുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ കേൾക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം വളരെ സുപ്പീരിയർ ആണെന്ന് സ്വയം ആശയങ്ങളിൽ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചാർലിക്ക്. അതെ, അദ്ദേഹത്തിന്റെ ആശയങ്ങളിലും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം കുറച്ച് റിലീജിയസ് ഫണ്ടമെന്റലത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വൈറ്റ് ക്രിസ്ത്യൻ സൂപ്പർമസി തിയറിയിൽ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ആ സ്റ്റേറ്റും റിലീജിയനുമായിട്ട് മിക്സ് ചെയ്ത് പോകണം എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. കാരണം ക്രിസ്ത്യൻ വാല്യൂസിലാണ് ഈ വെസ്റ്റേൺ വേൾഡ് ഫൗണ്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ആ ഒരു വാല്യൂസ് കുറെ ഏറെ നാളിന് ശേഷം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം വെസ്റ്റേൺ വേൾഡിൽ ഇപ്പം ക്രിസ്ത്യൻ വാല്യൂസ് അവരെ അവരുടെ ഒരു ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിനുവേണ്ടി ആരും അങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോ അറിയാം എത്രത്തോളം ആൾക്കാർ വെള്ളക്കാർ പള്ളിയിൽ പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ പല വാർത്തകളും പല വീഡിയോസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പള്ളികളൊക്കെ ചിലപ്പോൾ മോസ്കുകളായി മാറുന്നു, അല്ലെ പള്ളി ചിലപ്പോൾ അമ്പലങ്ങളായി മാറുന്നു, പള്ളി ചിലപ്പോൾ പബ്ബും ബാറുമായിട്ട് മാറുന്നു. അങ്ങനത്തെ ഉള്ള സാഹചര്യം വരുന്ന സമയത്ത് ആ ഒരു ഇപ്പോൾ യു എസിൽ ഉള്ള ഒരു വിശ്വാസ സമൂഹത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചർച്ചും ഗോഡും അല്ലെ സ്റ്റേറ്റും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു ജനസമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ജഗത്ത്. അതായത് യഥാർത്ഥത്തിൽ ട്രംപിന്റെ അനുകൂലിയായിരുന്നു, ട്രംപിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. ട്രംപിനോടുള്ളൊരു വിരോധം കൂടിയാണോ ഇങ്ങനെ ഒരു കൊലപാതകം? നമ്മൾ അങ്ങനെ ചില കാര്യങ്ങളിൽ സൂചനകളായി എടുക്കേണ്ടതുണ്ടല്ലോ. ട്രംപിനെതിരെ കൊലപാതക അറ്റംപ്റ്റ് ഓൾറെഡി നടന്നു, നമ്മളെല്ലാം കണ്ടതാണ്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഭരണപരിഷ്കാരങ്ങളോടൊക്കെ വലിയ വിയോജിപ്പ് അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളമായി നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിച്ചത്. ട്രംപിനെതിരെയുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് ചാർലി കിക്കിനെ അസാസിനേറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുള്ള ഒരു വ്യക്തി, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ട്രംപിന്റെ ഇലക്ഷന്റെ സമയം വരെ ഞാൻ ശരിക്കും അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ മറ്റൊരു തലത്തിലേക്ക് ചർച്ച പോയതിനു ശേഷം നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ ബേസിലല്ല ഇപ്പൊ ചർച്ച. ഇപ്പൊ ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലെവലിലാണ് ട്രംപിന്റെ ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇപ്പം അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ ക്യാമ്പസിൽ പോയിട്ട് പ്രൂവ് മീ റോങ് എന്നൊക്കെ ഉള്ള ഈ ഡിബേറ്റുകളൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തുമായിരുന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് തെറ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് USA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ട്. ഈ കൺസർവേറ്റീവ് വാല്യൂസ് പുഷ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഓർഗനൈസേഷൻ. അപ്പൊ ആ ഓർഗനൈസേഷന്റെ ഫണ്ട് റൈസിങ്ങിനും അതിന്റെ അഡ്വക്കസിക്കും അതിനെ കൂടെ ആളെ കൊണ്ട് കൂട്ടാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഇലക്ഷന് ശേഷവും അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം തുടർന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിലൂടെ അദ്ദേഹം ഗണ്യമായിട്ടുള്ള രീതിയിൽ ശത്രുക്കളെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അദ്ദേഹം എഴുതിയ ചില ബുക്കുകളുടെ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ മെഗാ ഡോക്ട്രിൻ, ദ ഓൺലി ഐഡിയാസ് ദാറ്റ് വിൽ വിൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം ഈ ഇടയ്ക്ക് റിലീസ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് വിങ് റെവല്യൂഷൻ, ഹൗ ടു ബീറ്റ് ദ വോക്ക് ആൻഡ് സേവ് ദ വെസ്റ്റ്, The college scam, how America's universities are bankrupting and brainwashing away the future of America's youth, Campus Battlefield, Time for Turning Point. അങ്ങനെ പല പുസ്തകങ്ങളും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടുതൽ വീഡിയോസ് ആണ് കൂടുതൽ കണ്ടത്. ഇൻസ്റ്റാഗ്രാമിനകത്തും സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന്റെ പല ഡിബേറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പേഴ്സണൽ ഇത് വെച്ച് തോന്നിക്കഴിഞ്ഞാൽ, അപ്പൊ അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്സിനോട് വിയോജിക്കുന്ന ആൾക്കാർ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തില് അത് കണ്ടിട്ട് ചിലപ്പോ കലിപ്പുമൂത്ത ആരെങ്കിലും ചിലപ്പോ ഇവനെ ഈ വാദം അടിച്ച് തോപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവന് വെടിവെച്ച് ശരിയാക്കാന്ന് വിചാരിച്ചതൊന്നും തെറ്റൊന്നുമില്ല. കാരണം US അതൊക്കെ സംഭവിക്കും. കാരണം അവിടെ പ്രസിഡന്റിനെയും ഒക്കെ വെടിവെച്ച് കൊല്ലുന്ന ഒരു നാടാണ്. അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് സംഭവിക്കും. പക്ഷെ നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിലും പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ ഒക്കെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു കോണ്ടാക്സിലായിരുന്നു അത് സംഭവിച്ചത്. അല്ലാതെ പബ്ലിക് ഒന്നും ആരും
ആരെയും വെടിവെച്ചില്ല. അതേപോലെ ടെറർ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ രാജീവ് ഗാന്ധിയൊക്കെ അസാസിനേറ്റ് ചെയ്ത പോലെ വല്ല ഓർഗനൈസ്ഡ് ടെറർ ആൾക്കാരൊക്കെ വന്ന് സൂയിസൈഡ് ബോംബിംഗ് ഒക്കെ ചെയ്യുന്ന അത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ബട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു തോക്ക് കൊണ്ടുപോയിട്ട് കൺഫ്രണ്ട് ചെയ്ത് വെടിവെക്കുക എന്ന് പറയുന്നത് അത് യു എസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മളെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നോക്കി നമ്മുടെ നാട്ടിലിപ്പം വാൾ വെച്ച് വെട്ടിക്കൊല്ലുന്നതിന് പകരം യു എസിലാകുമ്പോൾ തോക്ക് വെച്ച് വെടിവെക്കും. അപ്പൊ അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഗൺ കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ TP 51 വെട്ടൊന്നും വരുത്തിയില്ലായിരുന്നു, ഒരു ഒറ്റ വെടിക്ക് തന്നെ CPM-കാർക്ക് തീർക്കായിരുന്നു. പക്ഷെ അത് യു എസിലാവുമ്പോഴത്തേക്ക് അവിടെ വാളും പരിചയപ്പെടുന്ന ആവശ്യമില്ല, അവിടെ തോക്ക് എല്ലാവർക്കും ഫ്രീ ആയി അവൈലബിൾ ആണ്. അപ്പം രാഷ്ട്രീയ എതിരാളികൾ തീർക്കാം, വാൾ കൊണ്ട് 51 വെട്ടണ്ട, ഒറ്റ വെടിക്ക് കാര്യം കഴിക്കാം. എന്തായാലും ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരവും ജനാധിപത്യപരമായ രീതി. അത് എവിടെയും അമേരിക്കയിലും ഉണ്ടായില്ല എന്നത് വേദനാജനകമാണ്. എതിർപ്പുകൾ ഉണ്ടാകാം, തീർച്ചയായും. ഒരു കാര്യം കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ മനോജ് സൂചിപ്പിച്ചിരുന്ന ഒരു അദ്ദേഹം മരിച്ചതിൽ പലർക്കും ആഹ്ലാദം ഉണ്ടായിരുന്നു എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ ഒരാൾക്കും ആഹ്ലാദം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്സ് തുറന്നു പറയാൻ. ധൈര്യമില്ലാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇമോജി ഇടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറി പറയും. കാരണം അദ്ദേഹത്തിന്റെ ആശയത്തിന് വേണ്ടി നിന്നു, അതിനുവേണ്ടി അദ്ദേഹം ജീവൻ ബലി കൊടുത്തു. കാരണം ഞാൻ പറയുന്നത് ഇനി മരിച്ച ചാർലി ക്രിക്ക് ആയിരിക്കും ജീവിച്ചിരുന്ന ചാർലി ക്രിക്കിനെ കാട്ടി പവർഫുൾ, അതിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും വളരെ വാലിഡായ വാക്കുകളാണ് ജഗത് പറഞ്ഞത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ആരാണ്, എന്താണ്, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത ഉണ്ടെങ്കിലും ആരാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ വരേണ്ടതുണ്ട്. എന്തായാലും ഒരാളെ കൊന്നു തീർക്കാം എന്ന് വിചാരിക്കുന്നിടത്ത് TP-യെ കൊന്നിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും TP ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആശയങ്ങളിലൂടെ. അത്ര പവർഫുൾ ആണ് കൊന്നു കളഞ്ഞാൽ തീരാത്ത ആശയങ്ങൾ. ഇതിൽ ഒരുപാട് നന്ദി ജഗത്, മറുനാടോട് സംസാരിക്കാൻ സമയം കണ്ടതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.